വളരെ സതുദ്ദേശപരമായി ഞാൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയെ വല്ലാത്ത രൂപത്തിലാണ് വികൃതമാക്കി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ എന്തോ വലിയ മലപ്പുറം വിരുദ്ധത പറഞ്ഞു, ന്യൂനപക്ഷ വിരുദ്ധത പറഞ്ഞു എന്ന രീതിയിലാണ് അവരുടെ പ്രചാരണം ഇപ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത്. ഏതൊരു മതസമുദായത്തിലും മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ, പരിഷ്കരണങ്ങൾ ഉണ്ടാകണമെങ്കിൽ, തെറ്റായ വഴിയിൽ നിന്ന് സമുദായാംഗങ്ങൾ ശരിയുടെ വഴിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നാകണം അതിനെ സംബന്ധിക്കുന്ന ശക്തമായ വിമർശനങ്ങൾ ഉയരേണ്ടത്. നമ്മളുടെ നാട്ടിൽ നടന്ന എല്ലാ മതപരിഷ്കരണ നവോത്ഥാന സംരംഭങ്ങൾ പരിശോധിച്ചാലും എല്ലാവരും ബന്ധപ്പെട്ട മതസമുദായങ്ങളിൽ നിന്നുള്ള അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ അവയ്ക്കെതിരായിട്ടാണ് ശബ്ദിച്ചത്. ഇതര മതസ്ഥരായിട്ടുള്ളവർ മറ്റു മതസമുദായങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് വളരെ വൈകാരികമായി അവതരിപ്പിക്കാൻ ഇടയുണ്ട്. അത് സാമുദായികമായിട്ടുള്ള അകൽച്ച പോലും സൃഷ്ടിക്കപ്പെടുന്നതിനും ഇടയായേക്കും. VT ഭട്ടതിരിപ്പാട് തൻ്റെ ജാതി സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ, സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ മഹാനാണ്. ശ്രീനാരായണ ഗുരു ഹൈന്ദവ സമൂഹത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന ജാതി മേൽക്കോയ്മക്കെതിരായി ശബ്ദമുയർത്തിയ വ്യക്തിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ചാവറയച്ചനെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ അവരവരുടെ മതസമുദായങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരവർ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളവരാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒരു കാലത്തും ഒരു സമുദായത്തിലും നിന്നു പോകാൻ പാടില്ല. അതൊരു തുടർ പ്രക്രിയയാണ്, ഒഴുകുന്ന ഒരു നദി പോലെ. അത്തരത്തിലുള്ള വിമർശനങ്ങൾ സമുദായത്തിനകത്ത്, ഓരോ സമുദായത്തിനകത്തും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ മന്ത്രിയായിരുന്ന സമയത്താണ്, നിങ്ങൾക്കറിയാം, പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. ഈത്തപ്പഴത്തിൻ്റെ കുരുവാക്കി സ്വർണം കടത്തി എന്നതുൾപ്പെടെയുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു. എന്തായിരുന്നു മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും BJPയുടെയും സമീപനം? ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കഴമ്പ് പോലും സത്യമില്ലാത്ത ഒരു പ്രശ്നത്തെ വളരെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിച്ചു. സംഘപരിവാർ അത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിം ലീഗും കോൺഗ്രസും എന്തേ അത് ചെയ്തു? കോൺഗ്രസിൻ്റെ നേതാവ്, അന്നത്തെ UDFൻ്റെ കൺവീനർ ബെന്നി ബെഹനാൻ MP ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി രാജ്യത്തിൻ്റെ നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട്, ഇതാ കേരളത്തിൽ ഒരു മന്ത്രി ജലീൽ എന്ന് പറയുന്നയാൾ മഹാപാതകം ചെയ്തിരിക്കുന്നു. എന്തായിരുന്നു ആ മഹാപാതകം? അത് മറ്റൊന്നുമല്ല, റംസാൻ കാലത്ത് UAE കോൺസുലേറ്റ് കേരളത്തിൽ എത്രയോ വർഷങ്ങളായി വിതരണം ചെയ്യുന്ന റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് സൗകര്യമൊരുക്കി കൊടുത്തു. ഈ കള്ളപ്രചാരണങ്ങളെ മുസ്ലിം ലീഗും കോൺഗ്രസും എത്രമാത്രമാണ് എനിക്കെതിരായിട്ട് ഉപയോഗിച്ചത്. അവരെൻ്റെ വീട്ടിലേക്ക് എത്ര സമരങ്ങൾ നടത്തി. അന്നവർക്ക് ഞാനൊരു മലപ്പുറത്തുകാരനാണ്
എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മലപ്പുറത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വികാരം എന്തുകൊണ്ടുണ്ടായില്ല? ഞാനൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നയാളാണ്. ഈ കള്ളപ്രചാരണം എനിക്കെതിരെ നടത്തിയാൽ അത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആക്രമണമാണ് എന്ന് തെറ്റിദ്ധരിക്കും എന്ന ഒരു വിചാരം അവർക്ക് എന്തേ ഉണ്ടായില്ല? വേട്ടപ്പട്ടി ഓടുന്നത് പോലെയല്ലേ ലീഗും കോൺഗ്രസും BJPയും ഉൾപ്പെടെയുള്ളവർ എൻ്റെ പിന്നാലെ ഓടിയത്? എന്നിട്ട് എന്തായി അവസാനം? എന്തെങ്കിലും ഒരു സത്യത്തിൻ്റെ കണിക അതിലുണ്ടായിരുന്നു എങ്കിൽ അന്ന് ഞാൻ ജയിലിൽ പോകുമായിരുന്നില്ലേ? എന്നെ തുറങ്കലിൽ അടക്കുമായിരുന്നില്ലേ? ഡൽഹിയുടെ മുഖ്യമന്ത്രി കെജ്രിവാളിനെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എല്ലാം ജയിലിലടച്ചില്ലേ? എന്നിട്ടാണോ പിന്നെ ഒരു ഒഴിവായിട്ടുള്ള ഞാൻ സത്യത്തിൻ്റെ ഒരംശമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു അവർ? ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കരിപ്പൂർ കേന്ദ്രമായി കള്ളക്കടത്ത് നടക്കുന്നു. ആ കള്ളക്കടത്ത് പോലീസ് പിടിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ക്വാണ്ടിറ്റിയേക്കാൾ കുറച്ചാണ് അവർ രേഖപ്പെടുത്തുന്നത്. ആ വ്യത്യാസം എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ആ വ്യത്യാസം എങ്ങോട്ട് പോകുന്നു, ആരാണതൊക്കെ പങ്കിട്ടെടുക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ ജനമധ്യത്തിൽ കൊണ്ടുവരണം. അതിന് മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെതിരായി ശക്തമായ നടപടി വേണം എന്നതായിരുന്നല്ലോ ഞാൻ ഉയർത്തിയ പ്രശ്നം. അതല്ലെങ്കിൽ അൻവർ നേരത്തെ പറഞ്ഞ പ്രശ്നം. അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അപ്പം ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു കരിപ്പൂർ എയർപോർട്ട് മുഖേന എന്നുള്ളത് വളരെ ശരിയാണ്, ശരിയായൊരു കാര്യമാണ്. അപ്പം അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ്. ആ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്കല്ല, ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അംഗങ്ങളായിട്ടുള്ള മഹല്ലുകളുടെ കാളി സ്ഥാനം അലങ്കരിക്കുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു മതവിധി പുറപ്പെടുവിക്കണം, കാര്യങ്ങൾ പറയണം എന്ന് സൂചിപ്പിച്ചതിനെയാണ് വലിയ മലപ്പുറം വിരുദ്ധതയായും മുസ്ലിം വിരുദ്ധതയായും അവതരിപ്പിക്കുന്നത്. RSSകാർക്ക്, സംഘികൾക്ക് ഇത് മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരവസരമാക്കി ഞാൻ കൊടുക്കുന്നു എന്നാണ് ആക്ഷേപം. എവിടെയായിരുന്നു ഈ ആക്ഷേപക്കാർ എനിക്കെതിരായി കള്ളാരോപണങ്ങൾ സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ ഉന്നയിച്ചപ്പോൾ? ഒരു സംഘടനയും അതിനെതിരായി ഒരു പ്രതിഷേധ വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഒരാളും അതിനെതിരായിട്ട് ഒരു പ്രസ്താവന ഇറക്കിയില്ലല്ലോ. ഇന്ന് എനിക്കെതിരെ പ്രസ്താവന ഇറക്കിയ മലപ്പുറത്തെയും മലപ്പുറത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തെയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി സംഘികൾക്ക് ഏണി വെച്ചു കൊടുക്കുന്നു എന്നാക്ഷേപിക്കുന്ന ലീഗിൻ്റെ നേതാക്കന്മാർ എൻ്റെ പിന്നാലെ ഓടുകയായിരുന്നില്ലേ? എന്നെ വേട്ടയാടി പിടിക്കാൻ, എൻ്റെ ചോരയ്ക്ക് വേണ്ടി, എൻ്റെ ഒരു റാത്തൽ ഇറച്ചിക്ക് വേണ്ടി വെമ്പുകയായിരുന്നില്ലേ അവർ? ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. NIA-യുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നേരിടുന്ന ഘട്ടത്തിൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാക്കിയ അവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാർ, കസ്റ്റംസുകാർ, അതുപോലെ തന്നെ അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇതിൽ ബന്ധപ്പെടുന്ന ആളുകളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അവരെല്ലാവരും പറയുന്നത് ഇതൊരു വലിയ തെറ്റാണ് എന്ന് അവരോട് പറയുമ്പോൾ അവർ പറയുന്നത്, സാർ മതപരമായി ഇതൊരു തെറ്റായിട്ടുള്ള കാര്യം അല്ലല്ലോ എന്നാണ്. ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നെന്നോട് ചോദിച്ചു. സത്യത്തിൽ ആ ചോദ്യമാണ് പലരുമായിട്ടും ഞാൻ പങ്കുവെച്ചത്, ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞത്. പണ്ഡിതന്മാർക്കിടയിൽ പോലും ഇതൊരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന വിചാരമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് ഹജ്ജിന് പോയ കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതൻ, മുസ്ലിം പണ്ഡിതൻ,
മുസ്ലിം ലീഗുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പണ്ഡിതൻ, ലീഗിനോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മതസംഘടനയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന, ഇപ്പോഴും അലങ്കരിക്കുന്ന ഒരു പണ്ഡിതൻ, ഇമാം ഗസാലിയുടെ യഹ്യ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ചട്ടയിൽ സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവരികയും അത് കസ്റ്റംസുകാർ പിടികൂടുകയും എത്രയോ ആഴ്ചകൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ മതസംഘടനാ രംഗത്തേക്ക്, നേതൃപദവികളിലേക്ക് വരാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന രൂപത്തിൽ മാറ്റി നിർത്താൻ ലീഗ് തയ്യാറായില്ല. ലീഗ് അവരുടെ വേദികളിൽ ഇത്തരക്കാരെ അണിനിരത്തി പ്രസംഗിപ്പിച്ചു. ആരുടെ പേര് ഞാൻ പറയുന്നില്ല ഇപ്പൊ തൽക്കാലം. ഞാൻ ഈ പറയുന്നത് സത്യമല്ല എന്ന് മുസ്ലിം ലീഗിൻ്റെയോ യൂത്ത് ലീഗിൻ്റെയോ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ ഞാനതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കും. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഞാൻ ഈ പറഞ്ഞ സംഗതി ഉണ്ടായിട്ടില്ലേ? പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളിൽ പോലും ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന, മതപരമായി നിഷിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന ധാരണയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഉൾപ്പെടെയുള്ള മഹല്ലുകളുടെ ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മതവിധി പുറപ്പെടുവിക്കണം. ഖാദിമാരാണ് മതവിധി പറയാറ്. അതിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിട്ട് നിൽക്കണം, ഈ ഖാദി സ്ഥാനങ്ങൾ ഒഴിയണം. അദ്ദേഹത്തിന് അതിന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അതിന് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കണം. അത് വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് ഇല്ലാതാക്കും. ഇത് പറഞ്ഞതിനെയാണ് വലിയ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് വല്ലാത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് മതസമുദായത്തിലും ദുഷ്പ്രവണതകൾക്കെതിരായി ബന്ധപ്പെട്ട മതസമുദായങ്ങളിൽ നിന്നാണ് വിമർശനങ്ങളും എതിർ ശബ്ദങ്ങളും ഉയരേണ്ടത്. അത് മഹാത്മാഗാന്ധി നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യം കൂടിയാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ, ഗുരുവായൂർ സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വന്ന സഹോദര മതസ്ഥരായ ആളുകളോട് ഗാന്ധിജി പറഞ്ഞത്, നിങ്ങൾ ഇതിൽ പങ്കെടുത്താൽ ഇതിനെ വേറൊരു തലത്തിലായിരിക്കും ഹൈന്ദവ സമുദായത്തിലെ വർഗീയ മനസ്സുള്ളവർ പ്രചരിപ്പിക്കുക. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ മാറി നിൽക്കണം. മുസ്ലിം സമുദായത്തിലെ ഒരംഗം, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, ഒരു പ്രാക്ടീസ് ചെയ്യുന്നയാൾ എന്നുള്ള നിലയിൽ, ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാനാണ് ഇത് പറയേണ്ടത്. പ്രത്യേകിച്ച് എനിക്കെതിരായിട്ട് ഈ കാര്യങ്ങളൊക്കെ വന്നതാണ്. ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും അക്കാര്യത്തിൽ എനിക്കില്ലാതെ പോയതുകൊണ്ടാണ് ക്ലീൻ ചിട്ട് എല്ലാ ഏജൻസികളിൽ നിന്നും ലഭ്യമായത്. ഇനി ക്ലീൻ ചിട്ട് ലഭ്യമായിട്ടില്ല എങ്കിൽ അവരെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു എൻ്റെ വീട്ടിലേക്ക്. അവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഹവാല ഇടപാട് നടത്തുകയോ സ്വർണ്ണ കള്ളക്കടത്ത് പോയിട്ട് സ്വർണം യഥാവിധി കടത്താൻ പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളെ ഡൈവേർട്ട് ചെയ്ത് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ഡിതന്മാർക്കിടയിൽ പോലും തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറ്റാനും, സാധാരണക്കാരുടെ തെറ്റിദ്ധാരണകൾ മാറ്റാനും, മുസ്ലിം സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ, ഖാദി എന്നുള്ള നിലയിൽ, വിധികർത്താവ് എന്നുള്ള നിലയിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞതിനെ ഇത്രമേൽ ശൗര്യത്തോടുകൂടി നേരിടേണ്ട കാര്യം എന്തുണ്ട്? ഒരൊറ്റ മതവിധിയുടെ പേരിൽ ഈ സ്വർണ്ണക്കടത്ത് മുഴുവൻ ഇല്ലാതാകുമെന്ന് പറയുന്നതിലൂടെ മുസ്ലിം സമുദായത്തെ ഒന്നാകെ ഒരു സംശയമുറയിൽ നിർത്തുകയല്ലേ ശരിക്കും ഒരു തരത്തിൽ താങ്കൾ ചെയ്തത്? ഒരിക്കലുമല്ല. കാരണം എന്താന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ എല്ലാവരും സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ആകെ എത്രയോ 190 മറ്റോ
എത്ര കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക? അവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ജനവിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ നമ്മളുടെ കാര്യം നോക്കുക, മറ്റുള്ളവരുടെ കാര്യം നോക്കുക. അങ്ങനെയാണ് ഓരോ മതസമുദായങ്ങളിലും പരിഷ്കരണവും നവോത്ഥാനവും ഉണ്ടായിട്ടുള്ളത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ ജില്ലയെയോ ജില്ലയിലുള്ള ഞാൻ അടക്കമുള്ള മുസ്ലിം സമൂഹം അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് എനിക്കും തന്നെയല്ലേ ദോഷം ചെയ്യുക. പക്ഷെ കാര്യങ്ങൾ പറയണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വീഡിയോ പ്രദർശിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞു കൊടുക്കൽ പണ്ഡിതർമ്മം എന്ന് പറഞ്ഞാൽ അത് പറയുക തന്നെ വേണം. കള്ളക്കടത്ത് ഭാഗങ്ങളിൽ ഒളിച്ചു കടത്തുക, അത് കൊടുവള്ളിക്കാരൻ ചെയ്താലും കരുവമ്പൂൽക്കാരൻ ചെയ്താലും വെണ്ണക്കോടുകാരൻ ചെയ്താലും ഇന്ത്യ രാജ്യത്തെ സാമ്പത്തികമായ വ്യവസ്ഥിതിക്ക് വിപരീതമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, ആരും അങ്ങനെ ചെയ്യരുത്, രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിക്കിയുടെ ബാലൻസ് തെറ്റാൻ അത് കാരണമാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ, കരുമ്പൊയ്ക്കാരൻ കടത്താൻ തുടങ്ങിയാൽ, തൊടുവള്ളിക്കാരൻ കടത്താൻ തുടങ്ങിയാൽ മിണ്ടണം, പറയണം. കൊല്ലരുത് നീയാ, കൊല്ലരുത് മാനിഷാദ, ഇന്ത്യയെ കൊല്ലരുത്. ഇതൊരു ദാരിദ്ര്യം പിടിച്ച രാജ്യമാണ്. ഒരു ഭാഗത്ത് പണം കുന്നുകൂടുകയും മറുഭാഗത്ത് മെലിയുകയും ചെയ്യുന്നതിന് കാരണമാകുന്ന പണപ്പെരുപ്പം എന്ന് പറയുന്ന രാജ്യദ്രോഹ കുറ്റം അതിൽ ചെയ്യല്ലേ തലേക്കെട്ട് കെട്ടിയവനെ, തൊപ്പിയിട്ടവനെ, നിസ്കാരത്താമ്പുള്ളവനെ, ഇത് പറഞ്ഞു കൊടുക്കൽ ആലിമിന്റെ നിർബന്ധമാണ്. അത് പറഞ്ഞു കൊടുക്കാതെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമുക്ക് നിസ്കാരത്തിന്റെ ഫർദും സ്വത്തും പറയാ, മുവാലാത്ത് മഹരീനത്തിനെ പറ്റി പറയാ, അത് മതി. മറ്റേതങ്ങനെ നടക്കട്ടെ. ഈ ഒരു ചിന്ത മുസ്ലിംമാരെ നിങ്ങൾക്കും എനിക്കും ഉണ്ടായാൽ മതി. അത് മതി. മല്ലുനാകാൻ 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എന്റെയും നിങ്ങളുടെയും എന്താണ് നമ്മുടെ രക്ഷിതാവ്? ശരി, അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു മതവിധി കൊണ്ടാണോ ഈ കള്ളക്കടത്തിനെ തടയേണ്ടത്? നിയമം കൊണ്ടല്ലേ? തീർച്ചയായിട്ടും നിയമം കൊണ്ട് തന്നെയാണ്. നിയമം കൊണ്ട് ഇത് തടയാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ നമ്മളെപ്പോഴും നാട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ മതസമുദായ നേതാക്കളെയാണ് വിളിക്കുക. എന്നിട്ട് അവരോട് പറയും, നിങ്ങളുടെ ഒക്കെ സമുദായാംഗങ്ങളെ അടക്കി നിർത്തണം, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, മനസ്സിലാക്കണം. അതെന്തിനാ പറയുന്നത്? നമുക്ക് പട്ടാളത്തെ ഇറക്കി മുഴുവൻ വെടിവെച്ച് പ്രശ്നങ്ങൾ തീർത്തുകൂടെ? പോലീസിനിറക്കി വെടിവെച്ച് പ്രശ്നങ്ങൾ തീർത്തുകൂടെ? ഓരോ വിശ്വാസികളോടും അവരുടെ വിശ്വാസ കാര്യങ്ങളും പറയണം. വിശ്വാസപരമായും മതപരമായും ഇത് തെറ്റാണ്. നിയമപരമായിട്ട് ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ശിക്ഷയിലൂടെ അതില്ലാതാവും. പക്ഷേ മതപരമായിട്ടുള്ള ഒരു തെറ്റ് ഇവിടുത്തെ ശിക്ഷ മാത്രമല്ല, മരണപ്പെട്ട് പരലോകത്ത് ചെന്നാലും അവിടെ ശിക്ഷ കിട്ടും എന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് ആ കാര്യവും കൂടി പറഞ്ഞ് ഒരു തിന്മയെ നിരുത്സാഹപ്പെടുത്തണം എന്ന് പറയുന്നത് എന്ത് തെറ്റാണ്? മറ്റുള്ളവരും ചെയ്യണം, ഉറപ്പല്ലേ? ഞാൻ അത് അവര് ബന്ധപ്പെട്ട മതസമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കട്ടെ. ഞാൻ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വ്യക്തി എന്നുള്ള നിലയിൽ മുസ്ലിം സമുദായാംഗങ്ങൾ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത് മതപരമായിട്ട് തന്നെ നിഷിദ്ധമാണ്, മതപരമായി ഇത് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അതെൻ്റെ ബാധ്യതയാണ്, അത് ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവർക്ക് എന്നെ വേട്ടയാടിയപ്പോൾ ഈ വികാരം എന്താ തോന്നാതിരുന്നത്? ഇവിടെ ആർക്കെങ്കിലും തോന്നിയോ? ഓ, ജലീൽ ഒരു മുസ്ലിമാണ്, ഓനെ എന്തിനാ ഇപ്പം ഇങ്ങനെ ഇടങ്ങറാക്കണത്? ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പേര് ഇടങ്ങറാക്കിക്കോട്ടെ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ വേട്ടപ്പട്ടിയെ പോലെ പിന്തുടർന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യത്തിൽ എനിക്കെതിരായി പ്രചരണം നടത്തി. അന്നില്ലാത്ത ഒരു മലപ്പുറം സ്നേഹം. ഞാൻ എന്താ മധ്യപ്രദേശുകാരനാ? ഞാനിതാ തമിഴ്നാട്ടുകാരനാ? ഞാനും മലപ്പുറം ജില്ലക്കാരനാ.
ആ മലപ്പുറം ജില്ലക്കാരനായ എന്നെ കൊത്തി വലിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾക്ക് എറിഞ്ഞു കൊടുക്കാൻ ഇവര് നടത്തിയിട്ടുള്ള പരക്കം പാച്ചിൽ ഇവർക്ക് മറക്കാൻ കഴിയുമോ? ഞാൻ ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പണ്ഡിതന്മാരിൽ പോലും ഇത്തരത്തിലുള്ള പ്രവണതകൾ നേരത്തെ കണ്ടതാണ്. അതിൻ്റെ അർത്ഥം ഇത് മതവിരുദ്ധമല്ല എന്ന് ഇവിടുത്തെ വലിയ ഒരു ശതമാനം ആളുകൾ വിശ്വസിക്കുന്നു. ആ കാര്യം തെറ്റാണ്. അങ്ങനെ ഒരു പണ്ഡിതനില്ല. അങ്ങനെ മുസ്ലിം ലീഗ് പിന്തുണക്കുന്ന ഒരാളോ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയിൽ ഉള്ള ഒരു സംഘടനയുടെ തലപ്പത്തോ അദ്ദേഹമില്ല എന്ന് ലീഗ് നേതൃത്വം പറയുമെങ്കിൽ ഞാൻ അയാളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കും. പേരും അയാളുടെ സ്ഥാനവും ഏതാണ് സംഘടന എന്നുള്ളതും ഒക്കെ. ഒരാളെ വഷളാക്കണമെന്ന് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അധികം അവർ പറഞ്ഞാൽ എനിക്കത് പറയേണ്ടതായിട്ട് വരും. ഞാൻ ഗുണപരമായ സതുദ്ദേശത്തോടു കൂടിയുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തിയത്. അല്ലാതെ ആരെയും ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് മുസ്ലിം ലീഗിനെ കുറിച്ച് മാത്രമാണ് എന്ന് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല, പ്രസിഡന്റ് മാത്രമല്ല. അദ്ദേഹം ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി മഹല്ലുകളുടെ ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി കൂടിയാണ്. ആ ഖാദിയോടാണ് ഞാൻ പറഞ്ഞത്. ലീഗിന്റെ ചുമതല വഹിക്കുകയല്ല, പക്ഷേ ലീഗുകാരനാണ്. ലീഗിന്റെ സ്റ്റേജിൽ അദ്ദേഹം പ്രസംഗിക്കാറുണ്ട്, മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് പ്രസംഗിക്കാറുണ്ട്. മുസ്ലിം ലീഗിന്റെ ഒരു ഒരു ആളെന്നുള്ള നിലക്ക് പ്രധാനപ്പെട്ട ഒരു മതസംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഇപ്പോഴും അലങ്കരിക്കുന്ന വ്യക്തിയാണ്. എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. അത് വേണ്ട 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 അത് ലീഗുകാരോട് ചോദിക്കുക, അങ്ങനെ ഉണ്ടോന്ന്. PMA സലാമിനോട് ചോദിക്കുക, അല്ലെങ്കിൽ എനിക്കെതിരായിട്ട് ഇപ്പോൾ പ്രതികരണം നടത്തിയിട്ടുള്ള മറ്റു ലീഗ് നേതാക്കന്മാരോട് ചോദിക്കുക, ഇങ്ങനെ ഒരാളുണ്ടോ? തീർച്ചയായിട്ടും പക്ഷെ അതിനോട് ആദ്യം തന്നെ ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി പ്രതികരിച്ചത് താങ്കളെ ഒരു വർഗീയവാദിയാക്കിക്കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ഒരു കുറച്ച് മുൻപത്തെ നേതൃത്വം ആയിരുന്നെങ്കിൽ, പക്ഷെ അതിൽ തങ്ങളെ പോലുള്ള ആളുകളായിരുന്നെങ്കിൽ താങ്കൾ ഇതിന് ഒരു നിർദ്ദേശം വെക്കുമ്പോൾ അതിനെ സ്വീകരിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? സത്യത്തിൽ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഒരു അതിരുവിട്ട പ്രസ്താവനയോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കാര്യമോ അല്ലല്ലോ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ച ഈ പ്രസംഗം നടത്തുന്നത് ബഷീർ ഫൈസി എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ളൊരു പണ്ഡിതനാണ്. അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മതസംഘടനയുടെ ഉന്നതമായ പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് മതപണ്ഡിതന്മാരോട്, മത നേതാക്കന്മാരോട്, നമ്മളിത് പറയണം, സമൂഹത്തോട് ഉത്ബോധിപ്പിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ അവർ തെറ്റിദ്ധരിക്കും. ഇപ്പോൾ ഒരു മതപണ്ഡിതൻ ഇങ്ങനെ ഒരു സ്വർണ്ണക്കടത്ത് നടത്തി എന്ന് പറയുമ്പോൾ അത് വലിയ വാർത്തയാവേണ്ടതായിട്ട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഹജ്ജിന് പോയിട്ട് വരുന്ന സമയത്താണ് യഹ്യാ ഉലൂമുദ്ദീൻ്റെ, ഹജ്ജിനാണോ ഉംറക്കാണോ എന്ന് എനിക്കറിയില്ല, ഹജ്ജിന് തന്നെയാണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. തീർച്ചയായിട്ടും, പിന്നെന്താ, അന്നൊക്കെ അത് വലിയ വാർത്തയായിരുന്നു. അന്നത് വലിയ വാർത്തയായിരുന്നു. അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബസ്സിൽ വെച്ച് പിടികൂടി അതെല്ലാം പുറത്തെടുത്ത് എത്രയോ ദിവസങ്ങൾ അദ്ദേഹം, ആഴ്ചകൾ അദ്ദേഹം ജയിലിലായിരുന്നു. അങ്ങനെ അതൊന്നും ആവൂല. ഞാൻ സതുദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത്. ഞാനിപ്പോൾ മുസ്ലിം ലീഗിനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നല്ലേ ഞാൻ പറയാം. ഞാൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ എൻ്റെയും കൂടി ഖാദി എന്നുള്ള നിലയിൽ പറയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ മുസ്ലിങ്ങളും മറ്റു മതസ്ഥരും ഒക്കെ ഉണ്ടാവും. എവിടെയെങ്കിലും ഒരു മതപ്രസംഗം നടത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മതനിഷിദ്ധമാണ് എന്ന രൂപത്തിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. രാജ്യവിരുദ്ധമായ ഒരു കാര്യം മതവിരുദ്ധവുമാണ്. രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഈമാന്റെ പകുതിയാണ് എന്ന്
ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് എപ്പോഴും പ്രസംഗിക്കാറുള്ള ഒരു കാര്യമാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു വാചകം എടുത്ത് അദ്ദേഹം എപ്പോഴും ഉദ്ധരിക്കാറുള്ള കാര്യമാണ്. രാജ്യസ്നേഹം അത് വിശ്വാസത്തിൻ്റെ പകുതിയാണ് എന്ന്. ആ നിലക്കാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിനെ അങ്ങനെ അതിവൈകാരികതയിൽ കാണേണ്ട കാര്യമില്ല. ഇന്നിപ്പോ താങ്കളുടെ അടുത്ത സുഹൃത്ത് പി വി അൻവർ ഒരു വലിയ ഒരു എന്താ പറയുക രാഷ്ട്രീയ വേദി സംഘടിപ്പിക്കുകയാണ്. ഒരുപാടധികം ലക്ഷങ്ങളൊക്കെ പങ്കെടുക്കുന്നതൊക്കെയാണ് പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച്? അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഈ രാജ്യത്ത് ഓരോരുത്തർക്കും അവരവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ലൈന് സ്വീകരിക്കാൻ അവകാശമുണ്ട്. ഇപ്പൊ ചെറിയ ഫേസ്ബുക്കിലൂടെ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കിയ കൂടിയും അൻവറിന്റെ ആശയങ്ങളും അൻവർ മുന്നോട്ട് വെച്ച വിഷയങ്ങളും താങ്കൾ പറയുന്ന കാര്യവും സമാനമാണ്. സമീപ ഭാവിയിൽ ഒരുപക്ഷെ ഒരിക്കലും അൻവറിനൊപ്പം ചേരില്ല എന്ന് പറയാൻ പറ്റുമോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ? അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ വഴി ലക്കും ദീനുക്കും വലിയ ദീൻ എന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. DMK സഖ്യം എന്നൊക്കെ പറയുമ്പോഴേ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, CPM ഭാഗമാണ്, അതായത് സഹയാത്രികനാണ് താങ്കൾ. അപ്പോ ഒരു യോജിപ്പിനുള്ള സാധ്യത അല്ല, സഹയാത്രികനല്ലേ ഞാൻ. അതിൻ്റെ ഒക്കെ നേതാക്കന്മാർ വേറുണ്ടല്ലോ, അവരോട് ചോദിക്കല്ലേ നല്ലത്. താങ്കൾക്ക് ഈ പോലീസിനെതിരെ നൽകിയിട്ടുള്ള പരാതി നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്? തീർച്ചയായിട്ടും, നോ ഡൗട്ട്. അതിന് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാകും. അത് കെട്ടേണ്ടടുത്ത് കൊണ്ടുപോയിട്ട് തന്നെ സർക്കാർ കിട്ടും. 4 ടേം. പിന്നെ കുറക്കുക. 4 ടേമാവുന്നു മന്ത്രിയായിരുന്നിടയിൽ. ഇത്രയും കാലത്തിനിടയ്ക്ക് പോലീസിനെ കുറിച്ച് ഇതിന് മുമ്പും താങ്കൾക്ക് വിവരം കിട്ടിയിട്ടുണ്ടാവും, ആക്ഷേപങ്ങൾ ഉണ്ടാവും. ഇത്രയും കാലം നിങ്ങൾ താങ്കൾ ഒന്നും തന്നെ പറഞ്ഞില്ല അതിനെ പറ്റി. ഇപ്പോൾ അങ്ങനെ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം. അങ്ങനെയല്ല. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവെ കേരളത്തിലെ IPS ഉദ്യോഗസ്ഥന്മാർക്ക് BJPയോട് ഒരു ചായ്വ്, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളോട് ഒരു ചായ്വ്. അപ്പോൾ തങ്ങൾക്ക് ഉദ്യോഗക്കയറ്റം കിട്ടാൻ, തങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അവരെ പ്രീതിപ്പെടുത്തും വിധം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശ്രമം പല ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. അത് നേരത്തെ തന്നെ തുടങ്ങിയതാണ്. സെൻകുമാർ അദ്ദേഹത്തെ DGP ആക്കരുത് എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ നയം. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ കക്ഷിയുടെ ഉപനേതാവ് MK മുനീർ സാഹിബ് എന്തൊരു വാശിയിലായിരുന്നു സെൻകുമാറിന് വേണ്ടി അസംബ്ലിയിൽ വാദിച്ചത്. VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇത്ര നല്ലൊരു ഉദ്യോഗസ്ഥൻ വേറെ ഉണ്ടോ എന്നല്ലേ ചോദിച്ചത്. എന്നിട്ട് ഈ സെൻകുമാർ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് ടേക്കപ്പ് ചെയ്തത് ആരായിരുന്നു? മുസ്ലിം ലീഗിൻ്റെ പ്രമുഖനായിട്ടുള്ള ഒരു വക്കീലാണ്. അന്ന് തുടങ്ങിയതാണ്. സത്യത്തിൽ ശക്തിപ്പെട്ടതാണ് ഇതൊക്കെ. അത് ഇത്രമാത്രം പരിമിതപ്പെട്ട് നിന്നത് ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്നത് കൊണ്ടും കേരളത്തിൻ്റെ ആഭ്യന്തരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടുമാണ്. വേറെ ഒരു സർക്കാരായിരുന്നു, ഇപ്പോൾ UDF ആയിരുന്നു ഭരിച്ചിരുന്നത് എങ്കിൽ ഇത് പൂർണ്ണമായും സംഘവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടാകുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. എനിക്ക് ധൈര്യമുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. മേപ്പെട്ട് നോക്കിയ ആകാശവും കീഴ്പ്പെട്ട് നോക്കിയ ഭൂമിയല്ലേ. എനിക്ക് എന്തും പറയാം. അങ്ങനെയല്ല. ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിരുന്നില്ല. വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, പാർട്ടി സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതുകൊണ്ടാണല്ലോ അൻവറുമായിട്ട് സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഇല്ല. ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ആക്ഷേപം പോലീസിനെതിരായിട്ട് ഇവിടെ ഉയർന്നിട്ടുണ്ടോ? നിങ്ങൾ പറ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാനല്ലേ അന്നത്തെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ടേക്കപ്പ് ചെയ്യുക. അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ല. എന്നാൽ ഉണ്ടായ ഉടനെ തന്നെ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതെൻ്റെ ബാധ്യതയാണ്, എൻ്റെ ചുമതലയാണ്. അല്ലാതെ എന്തെങ്കിലും ഓഫർ കിട്ടിയിട്ടോ അത് തരാമെന്ന് പറഞ്ഞിട്ടോ, അത് നമ്മൾ മനുഷ്യരെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ ഉള്ള ഓരോ ധാരണയാണ്. നമ്മളൊരാളെ കണ്ടാൽ ചിരിക്കുന്നത് ഒന്നും കാണാതെ ചിരിക്കൂലോ. എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടാവും. അത് ശരി. ചർച്ചയിൽ പറയണേട്ടോ, KT ജലീലിന് അൻവറിന്റെ പിന്നാലെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു.
അദ്ദേഹത്തിന് ചില വിമർശനങ്ങളും പരാതികളും ഒക്കെ ഉണ്ട്. അദ്ദേഹം ഒരു എക്സൈറ്റ്മെന്റ് രൂപപ്പെടുത്തുന്നു, പ്രസ് മീറ്റിലെ വലിയ വെളിപ്പെടുത്തൽ നടത്തുന്നു പറയുന്നു. അത് നടത്താതിരുന്നത് ഒരു സമ്മർദ്ദ തന്ത്രമായിരുന്നു. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാതിരിക്കണമെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്ത് തരേണ്ടി വരും എന്നുള്ളൊരു അതെ, എനിക്ക് എന്ത് പിന്നെ കാര്യം ചെയ്തു തരണമെന്നാ ഞാൻ പറയാം. ഇപ്പം നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യമായിരിക്കും. എൻ്റെ മക്കളൊക്കെ തന്നെ വളരെ സേഫായിട്ട് നല്ല രീതിയിൽ അവരുടെ സ്വന്തം കഴിവിൽ സർക്കാരിൻ്റെ പിന്നെ സംവിധാനത്തിൽ തന്നെ അവർ പഠിക്കുക. മൂത്ത മകൾ കാലിഫോർണിയയിൽ എഞ്ചിനീയറാണ്, NVIDIAയിൽ. രണ്ടാമത്തെ മോൻ വക്കീലാണ് ഇവിടെ തിരൂരിൽ. മൂന്നാമത്തെ മോളിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞു. ഇപ്പോൾ MDക്ക് ഓൾ ഇന്ത്യ എൻട്രൻസ് പരീക്ഷയിൽ നീറ്റ് PG എൻട്രൻസ് പരീക്ഷയിൽ 327 റാങ്ക് കിട്ടി. അവൾക്ക് കോഴിക്കോട്ട് തന്നെ ചിലപ്പോൾ കിട്ടും. പിന്നെ എന്താണ് എനിക്ക് ഈ ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അധികാരിയിൽ നിന്ന് കിട്ടാനുള്ളത്? ഞാൻ 20 വർഷം പൂർത്തിയായി. ഇനി മറ്റുള്ള ചില കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. കണ്ടില്ല നിങ്ങൾ, ഈ 9-12 പുസ്തകങ്ങൾ ഞാൻ എഴുതിയത്. മന്ത്രിയാകുമ്പോൾ ഇതിൽ 2-3 പുസ്തകങ്ങളെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എഴുതിയത് 8-9 പുസ്തകങ്ങൾ ഞാൻ എഴുതിയത് ഇപ്പോഴാണ്, ഈ ഒരു 3 വർഷ കാലയളവിലാണ്. ഇനിയും എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടുത്തെ ഇന്ത്യൻ ഫാഷിസ്റ്റുകൾക്കെതിരായി നമ്മളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് വെറും പാർലമെൻ്ററി രംഗത്തുള്ള പ്രവർത്തനം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ട്. അതിൻ്റെ തെളിവാണ് ഇന്തോനേഷ്യ, ക്ഷേത്ര സമൃദ്ധമായ മുസ്ലിം രാജ്യം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ആ രാജ്യം ക്ഷേത്ര സമൃദ്ധമാണ്. ഉപ്പുപാടത്തെ ചന്ദ്രോദയം ബംഗ്ലാദേശും നേപ്പാളും ഉൾപ്പെടെയുള്ള രാജ്യത്ത്, നേപ്പാളിൽ ഞാൻ പോയ സമയത്ത് നേപ്പാളിലാണ് ലോകത്ത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഏറ്റവും വിലക്കുറവുള്ള ബീഫ് കബാബ് കിട്ടുക. വൈകുന്നേരം 6 മണിക്ക് നേപ്പാളിൻ്റെ തലസ്ഥാന നഗരിയിലെ തെരുവുകളിൽ ഇത് യഥേഷ്ടം ലഭ്യമാണ്. സന്യാസിമാരുൾപ്പെടെയുള്ളവർ അത് വാങ്ങി കഴിച്ചു പോകുന്നത് കാണാൻ എന്തൊരു രസമാണ്. ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ അതിലെഴുതുന്നു. എല്ലാ രാജ്യങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിൽ പരിമിതപ്പെട്ട് കഴിയാനാവില്ല എന്നുള്ള സന്ദേശം സമൂഹത്തിന് നൽകുക. അതാണ് എൻ്റെ ഉദ്ദേശം. സമുദായത്തെ കൂടി പരിഗണിച്ചാണ് ഞാൻ മാറിക്കഴിഞ്ഞാൽ കാലുമാറ്റം നടത്തിയാൽ സമുദായത്തിന് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ ചോദിക്കുന്നത്, അവർ മാറി നിൽക്കണം എന്നുള്ളത് തോന്നലുള്ളിലുണ്ടായിരുന്നു. കാരണം ഒരുപാട് ഒരിക്കലുമല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, അങ്ങനെ പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. മലബാറിൽ ഇപ്പോൾ നിലനിൽക്കുന്ന, മലപ്പുറത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന മതമൈത്രിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യക്തികൾ അവർ പരസ്പരം പുലർത്തിയിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി വളർന്നു വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മമ്പുറം തങ്ങൾ, ആ മമ്പുറം തങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു, തൻ്റെ എല്ലാ കണക്കുകളും നോക്കിയിരുന്നയാളായിരുന്നു കോന്തുനായർ. കോന്തുനായരെ എത്രമാത്രമാണ് മമ്പുറം തങ്ങൾ വിശ്വസിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരം പറയാൻ കഴിയില്ല വ്യക്തമായി. ആ വിശ്വാസ്യതയാണ്, ആ ഗാഠമായ ബന്ധമാണ് മലപ്പുറത്തും മലബാറിലും സൗഹൃദപൂർണമായ ഒരു ഹിന്ദു മുസ്ലിം മൈത്രി ഉണ്ടാക്കിയെടുത്തത്. ആ വിശ്വാസ്യതയ്ക്ക് കോട്ടം വരരുത്. അതാണ് ഞാൻ ആഗ്രഹിച്ചതും അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ പ്രസ്താവന മലപ്പുറത്ത് തങ്ങൾക്ക് നടത്തിയ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെ താങ്കളുടെ ഈ പരാമർശങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ വരുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു കവചം തീർക്കാനാണ് KT ജലീൽ സമാനമായ ആരോപണമായി രംഗത്ത് വരുന്നത് ഒരു വിമർശനമുണ്ട്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് വസ്തുതയാണ്. ഞാൻ സതുദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇപ്പം കായൽപട്ടണം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. 35,000 ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ്. മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. അവിടെ ഒരു പോലീസ് സ്റ്റേഷനില്ല, ഒരു കശവിശയില്ല, ആളുകൾ തമ്മിൽ സംഘർഷങ്ങളില്ല. വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു ദേശം. അങ്ങനെ ഒരു ദേശം ആയിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും മതസമുദായങ്ങൾ അധിവസിക്കുന്ന ദിക്കുകൾ മാറിയാൽ എത്ര സുന്ദരമാകും നമ്മളുടെ രാജ്യം. അങ്ങനെ ആവാനാണ്, അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കാനാണ് എനിക്കിഷ്ടം. അത്രേ പറഞ്ഞുള്ളൂ. അല്ലാതെ മലപ്പുറത്തെ ടാർണിഷ് ചെയ്യുക, മലപ്പുറത്തെ മോശമാക്കുക, അതൊന്നുമല്ല. മലപ്പുറം ഇനിയും നന്നാവണം, ഇനിയും നന്നാവണം. ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ
അതിനോടൊരു അനുകൂല നിലപാടിനെ സംശയത്തിന് നിലനിർത്തുന്ന അല്ലെങ്കിൽ ഒരു കരിമതിൽ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. CPM-ന്റെ ന്യൂനപക്ഷ നിലപാടിലേക്ക് ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതിന് കഴിഞ്ഞ സമയം നിസ്സാര മാസികയിലും അത്തരമൊരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ചില വാചകങ്ങൾ നൽകുന്നത്. അപ്പോൾ സുന്നി വിഭാഗത്തിൽ ഉൾപ്പെടെ ഈ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന വിഭാഗത്തിനൊക്കെ ഒരു വിശ്വാസ്യത പ്രശ്നം വരുന്ന സാഹചര്യം ഉൾപ്പെടെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു വിശ്വാസ്യത നഷ്ടമുണ്ടായിട്ടില്ല. അത് ഓരോ സംഘടനക്കും ചില ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണല്ലോ. അതുകൊണ്ടാണല്ലോ വ്യത്യസ്ത സംഘടനകളിൽ നമ്മൾ നിൽക്കുന്നത് തന്നെ. അവരവരുടെ അഭിപ്രായം പറഞ്ഞു. തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും കഴമ്പുകൾ ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യും. നീക്കേണ്ടതാണെങ്കിൽ നീക്കും, കൊള്ളേണ്ടതാണെങ്കിൽ കൊള്ളും. യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല. ഏത് വിഭാഗത്തിനും, സുന്നി എന്നല്ല, എല്ലാ മതസംഘടനകൾക്കും, അത് ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന അവാന്തര വിഭാഗങ്ങളായാലും ശരി, അവരുടെ ഒക്കെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ മുമ്പിൽ വെക്കും. വിമർശനപരമായി അതിനെ കാണും. ആ പ്രശ്നങ്ങളെ ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യും സർക്കാർ.